ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് പാസ്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കണം. ഫസ്റ്റ് ഏട്ടനടുന്ന് വേവിച്ച പാസ്ത ഇരിക്കുന്നുണ്ട്. ഇത് നമ്മളെ വേവിച്ചെടുത്ത പാസ്തയാണ്. അതിനായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉള്ളി ചോപ്പ് ചെയ്തത്, പച്ചമുളക്, ജിഞ്ചർ പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്. അടുത്തതായി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, പിന്നെ ജിഞ്ചർ, പിന്നെ നമ്മുടെ തക്കാളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളെ ചേട്ടൻ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഈ പരുവത്തിലാകുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. നമ്മുടെ ചേട്ടൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റുക. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അടുത്തതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, പാസ്ത. നമ്മുടെ പാസ്ത മൊത്തം അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായി വഴറ്റുക. അപ്പം നമ്മളെ പാസ്ത നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാസ്ത റെഡിയായി. ഇതാണ് പാസ്തേൻ്റെ ഫൈനൽ ലുക്ക്. ഇതാ ഗൈസ്, നമ്മളെ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ പാത്രം ഒരു ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാസ്ത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അനിയത്തിക്ക് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നിഷ? അടിപൊളിയാണ്. ഞാനും കുറച്ച് കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.